അത്യന്തം ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഞെട്ടിൽ നിന്ന് പ്രവാസ ലോകം ഇതുവരെ മുക്തരായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 24 മലയാളികൾ മരിച്ചുവെന്നാണ് നോർക്ക അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 17 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒരു പത്തനംതിട്ട സ്വദേശിയുടെ മരണം കൂടി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ മരിച്ച പത്തനംതിട്ട സ്വദേശികളുടെ എണ്ണം 6 ആയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവരാണ് എന്നതാണ്. ഏറ്റവും ഒടുവിൽ നിരണം സ്വദേശിയുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇദ്ദേഹത്തിന് 54 വയസ്സായിരുന്നു. അതോടൊപ്പം തന്നെ കൊല്ലം സ്വദേശികളുടെയും കോട്ടയം, കാസർഗോഡ്, മലപ്പുറം സ്വദേശികളുടെയും കണ്ണൂർ സ്വദേശിയുടെയും മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ കുവൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇന്ന് രാത്രിയോടുകൂടി തന്നെ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വ്യോമസേനയുടെ പ്രത്യേക വിമാനം അയച്ച് അത്തരത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ആകെ 49 ആളുകൾക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ 49 ആളുകളിൽ 43 ആളുകളാണ് ഇന്ത്യക്കാരായിട്ടുള്ളത്. ബാക്കിയുള്ളവർ ഫിലിപ്പൈൻ സ്വദേശികളാണ്. അപകടത്തിൽ പരിക്കേറ്റ 27ഓളം ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലും കഴിയുന്നുണ്ട്. കുവൈറ്റിലുള്ള 5 ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നത്. ഇവരിൽ അടിയന്തര ശസ്ത്രക്രിയ അടക്കം ആവശ്യമുള്ളവരുണ്ട്. ഇവരെ അടിയന്തര ശസ്ത്രക്രിയക്ക് അടക്കം വിധേയരാക്കുമെന്ന് ആശുപത്രി അധികൃതരും അല്പം മുൻപ് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. പൊള്ളലേറ്റും വീണ് പരിക്കേറ്റും അതോടൊപ്പം തന്നെ ഈ പുക ശ്വസിച്ചും ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. അതേസമയം ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരോടൊപ്പം നിൽക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മൃതദേഹം ഇന്ന് രാത്രിയോടുകൂടി തന്നെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കുവൈറ്റിലെ അധികാരികളും ഈ സംഭവത്തെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വലിയ തോതിൽ ഈ സംഭവം അന്വേഷിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക അന്വേഷണ കമ്മീഷനെ അടക്കം രൂപീകരിച്ചിട്ടുണ്ട്. അഹമ്മദി അതോടൊപ്പം തന്നെ മുബാറക് അൽ കബീർ ഗവർണറേറ്റുകളിലുള്ള പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. സംഭവ സ്ഥലത്തു നിന്നും പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരിൽ നിന്നും ഉൾപ്പെടെ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും സംഭവ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം തന്നെ ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് കൃത്യമായി തന്നെ പറയുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. എന്തായാലും വിവിധ ഫ്ളാറ്റുകളിലായി 195ഓളം ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ താഴത്തെ നിലയൊഴികെയുള്ള 6 നിലകളിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഇന്നലെ പുലർച്ചെ ഉറക്കത്തിലായിരുന്നു. ഈ സമയത്താണ് അഗ്നിബാധ ഉണ്ടായത്. ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നാണ് നമുക്ക് പ്രാഥമികമായി തന്നെ ലഭിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ നമുക്ക് പുറത്തു വരുന്ന വിവരം അനുസരിച്ച്, അതായത് നോർക്ക അറിയിക്കുന്നത്, സംസ്ഥാന സർക്കാരും നോർക്കയും അറിയിക്കുന്നത് 19 മലയാളികൾ മരിച്ചു എന്നുള്ളത് ഔദ്യോഗിക കണക്കാണ്. അനൌദ്യോഗികമായി 24 പേരും മരിച്ചു എന്നുള്ളതാണ് നോർക്കയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിവരങ്ങൾ തേടുന്നു എന്നുള്ളതാണ് നോർക്കയും സംസ്ഥാന സർക്കാരും അറിയിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും വലിയ ഞെട്ടലാണ്, മലയാളികളെ സംബന്ധിച്ച് വലിയ വേദനയാണ്. പ്രത്യേകിച്ച് ഈ മരണസംഖ്യ ഇങ്ങനെ കൂടുന്നു എന്നുള്ളത് വലിയ വിഷമവും ദുഃഖവും ഒക്കെ ആയി മാറുന്നു എന്നുള്ളതാണ്. അതേസമയം സംസ്ഥാന സർക്കാരാകട്ടെ ഈ സംഭവത്തിന് ശേഷം ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരുന്നു, കത്തയച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് സംസ്ഥാന സർക്കാർ ഒരു അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചിട്ടുണ്ട്. അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് കുവൈത്തിലേക്ക് പോയി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി. ജീവൻ ബാബു IAS മന്ത്രിക്കൊപ്പം ഉണ്ടാകും. പ്രധാനമായും 2 കാര്യങ്ങൾ. അതൊന്ന്, നിലവിൽ ഇപ്പോൾ ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾ, അവർക്ക് മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കുക. അതിനും അപ്പുറത്തേക്ക് അവർക്ക് ആവശ്യമെങ്കിൽ മറ്റ് സഹായങ്ങൾ ലഭ്യമാക്കുക. അതേപോലെ തന്നെ മരിച്ചവരുടെ മൃതദേഹം അത് നാട്ടിലേക്ക് എത്തിക്കാനുമുള്ള നടപടികൾ അത് നേരിട്ട് കുവൈത്തിലേക്ക് ഏകോപിപ്പിക്കാനാണ് ആരോഗ്യമന്ത്രിയും ജീവൻ ബാബു IASനെയും ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, നമുക്കറിയാം ഹാഷ്മി, ഏതെങ്കിലും തരത്തിൽ ഈ പെരുന്നാൾ അവധി അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അത് കുവൈത്തിൽ അവധിയാണ്, പൊതു അവധിയാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഈ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതടക്കം ക്ലിയർ ചെയ്യാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. അതടക്കം ഈ പ്രവാസികളുടെ സംഘടനകൾ, അതേപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, നോർക്ക എന്നിവരുടെ പ്രതിനിധികളുമായി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ മരിച്ചവർക്കും പരിക്കേറ്റവർക്കുമുള്ള സഹായ തുകയും ഇന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതായത് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ സഹായമായി നൽകും. അതേസമയം യൂസുഫ് അലി, രവി പിള്ളയെ പോലുള്ള വ്യവസായികളും സഹായവുമായി സംസ്ഥാന സർക്കാരിനെ സഹായിച്ചിട്ടുണ്ട്. മരിച്ചവർക്ക് യൂസുഫ് അലി 5 ലക്ഷം രൂപയും രവി പിള്ള 2 ലക്ഷം രൂപയും സഹായമായി നൽകും. അത് നോർക്ക വഴി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവിധ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ഇനി തുടരുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ, അതേപോലെ തന്നെ ഈ പരിക്കേറ്റവരെ അടക്കം നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ അങ്ങനെ നാട്ടിലേക്ക് എത്തിക്കാൻ അതടക്കമുള്ള മുഴുവൻ വിഷയങ്ങളിലും നോർക്ക വഴി ഇടപെടൽ നടത്തുന്നുവെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി അപ്പോൾ സഹായം അതേപോലെ തന്നെ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിക്കുന്നു. പ്രകാശിന്റെ വീട്ടിലായിരുന്നു അല്പസമയം മുൻപ് വീണ ജോർജും ചിറ്റയും ഗോപകുമാറും ഒക്കെ ചെല്ലുന്ന സമയത്ത് അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളെ കണ്ട് ആ വിഷമം കണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ആ സമയത്താണ്
മാത്യു തോമസിൻ്റെ മരണവാർത്ത നിരണത്ത് കേൾക്കുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനം എൻ്റെ ഒരു കൂട്ടുകാരൻ സനോ കുര്യൻ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞത്, എൻ്റെ കൂട്ടുകാരനാണ് സിബിൻ മരിച്ചു, അവിടെ ദുരന്തത്തിൽ സിബിനും പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോ നമുക്ക് അയച്ചിരുന്നു. നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദനയോടുകൂടിയാണ് സനോ കുര്യൻ എനിക്ക് ആ ഒരു ഫോട്ടോയും ആ കരഞ്ഞുകൊണ്ട് അയച്ച് തന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കീഴ്വായ്പൂരിലെ സിബിൻ്റെ വീട്ടിലാണ്. 8 വർഷമായി സിബിൻ അവിടെ തന്നെയാണ്, ഈ പറയുന്ന കുവൈത്തിലാണുള്ളത്. NTPC-യുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ സൂപ്പർ മാർക്കറ്റിലെ കാഷ്യറാണ് ആയിട്ടുള്ളത്. ഈ വീടടക്കം എല്ലാ ഘട്ടത്തിലും പൂർണ്ണമായി നോക്കിയിരുന്നത് സിബിനാണ്. സിബിന് അച്ഛനും അതുപോലെ തന്നെ ഭാര്യയും 9 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞുമാണുള്ളത്. കുഞ്ഞിൻ്റെ മാമോദിസ പിറന്നാൾ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് വരാനിരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രി ഏതാണ്ട് 12 മണിയോടുകൂടി ജോലി കഴിഞ്ഞെത്തി വീട്ടിലേക്ക് ഫോൺ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് എല്ലാവരെയും കണ്ടതിന് ശേഷം ആണ് കിടന്നുറങ്ങാൻ പോയത്. പുലർച്ചയോടുകൂടി പിന്നീട് ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മളൊപ്പം ഇപ്പോൾ ചേരുന്നത് കലാകുവൈത്തിൻ്റെ ജനറൽ സെക്രട്ടറി സജിയാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ അവിടെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നാണ് നിങ്ങൾ? അതിദാരുണമായ ഒരു സംഭവമാണ്. കുവൈറ്റിൻ്റെ ചരിത്രത്തിലെ ഒരു വല്ലാത്ത മാനസികമായി എല്ലാവരെയും വിഷമിപ്പിച്ച് കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയാണ്. ഇന്നലെ വെളുപ്പിനെ 4 മണിക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ആ നിമിഷം മുതൽ കുവൈറ്റിലെ എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും, ഇന്ത്യൻ എംബസി ഉൾപ്പെടെ, അതുപോലെ കലാകുവൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനാ പ്രവർത്തകരും വളരെ സജീവമായ നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ആവശ്യമായ സഹായ സഹകരണങ്ങൾ. ഇപ്പോൾ എത്ര പേര് മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നമ്മുടെ കയ്യിലുണ്ടോ? അത് പലരും പല കണക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടുതൽ പത്തനംതിട്ട ജില്ലക്കാരാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിലവിൽ 42 പേരുടെയാണ് മരണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽപ്പെട്ട 6 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ പുറകാലം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഔദ്യോഗിക. നമ്മോടൊപ്പം ഇപ്പോൾ ആൻ്റണി MP കൂടി ചേരുന്നുണ്ട്. നമ്മുടെ ജില്ലയിലാണ് ഏറ്റവും അധികം വിഷമമുള്ള കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6ാമത്തെ പേരാണ്. ഇനിയും കുറച്ചധികം ആളുകൾ ഉണ്ടാകുമെന്ന്, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെയും പറയുന്നു. എന്താണ് ഈ അവസരത്തിൽ പറയുന്നത്? വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ കാലത്ത് അറിയാൻ കഴിഞ്ഞത്. വെളുപ്പിന് 4:30 ഉണ്ടായ ഒരു പൊട്ടിത്തെറി എന്നുള്ളതിൽ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടാനുള്ള വഴുതികൾ പോലും ഉണ്ടായില്ല. കൂടുതൽ ആളുകൾ ഞാനവിടെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഈ സെൻട്രലൈസ്ഡ് AC ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരുന്നുകൊണ്ട് ഈ പുക സെൻട്രലൈസ്ഡ് AC സിസ്റ്റത്തിൽ കൂടെ വന്ന് ഈ ഉറങ്ങിക്കിടന്ന ആളുകൾ പോലും ഇതെന്താണെന്ന് അറിയാൻ കഴിയാതെ വിഷപ്പുക ശ്വസിച്ചാണ്